കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള നാടൻ ചേമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചേമ്പ് മസാലക്കറിയാണ്. ഇറച്ചിക്കറിയൊക്കെ മാറിക്കണം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് കടന്നാലോ. നമുക്കിന്നേ ചേമ്പ് വെച്ചിട്ട് നല്ലൊരു മസാലക്കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ചേമ്പ് എടുത്തിട്ടുണ്ട്. ഈ ചേമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചേമ്പൊക്കെ നമുക്ക് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളിവിടെ ചേമ്പൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള കുക്കറിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 2 സ്റ്റീം വരുത്തിയാൽ മതി. അപ്പോഴേക്കും ചേമ്പൊക്കെ നല്ലപോലെ വെന്ത് വരും. എന്നിട്ട് നമുക്കിത് മസാലക്കറി ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോവാതെ നമ്മളൊന്ന് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതൊരു നാടൻ കറിയാണല്ലോ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും ഉള്ളിയുടെയും സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. നമുക്കിനി ഈ സവാളയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേമ്പിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അധികമാവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കൂടി ഒന്നായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പൊടികൾ എടുത്തിട്ടുണ്ട്. ഇവിടെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ മാറി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചേമ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു മുറി നാളികേരം ചെറുകിയിട്ട് അതിൻ്റെ 2-ാം പാലും 3-ാം പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 കപ്പോളം ഉണ്ടാവും കേട്ടോ അത്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് കട്ടിയുള്ള പാല് നാളികേരത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നേരത്തെ ചേർത്തിരുന്നു, അത് റെക്കോർഡാവാൻ ബുദ്ധിമുട്ടായതാണ്. അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഇറച്ചിക്കറീനെ വെല്ലുന്ന നമ്മുടെ ചേമ്പ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചേമ്പ് മസാലക്കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. നാടൻ കറിയാണ്, പണ്ടത്തെ ഒഴിച്ച് കറി പോലത്തെ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.